ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഇംഗ്ലണ്ടിൽ QTSന് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. QTS എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിഫൈഡ് ടീച്ചർ സ്റ്റാറ്റസ്. അപ്പോൾ ഇവിടെ ഒരു ടീച്ചർ ആവണമെങ്കിൽ നമുക്ക് ആ ഒരു സ്റ്റാറ്റസ് വേണം. അപ്പോൾ അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ QTS അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗൂഗിൾ ചെയ്യുക QTS ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ കാണുന്ന ഫസ്റ്റ് വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടും. വെബ്സൈറ്റിൽ കയറുമ്പോൾ തന്നെ നമുക്ക് എന്തൊക്കെയാണ് ക്രൈറ്റീരിയ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് അവർ പറയുന്നുണ്ട്. അപ്പോൾ QTS എന്താണെന്ന് ഞാനൊന്ന് ജസ്റ്റ് പറയാം. QTS എന്ന് പറഞ്ഞാൽ ലീഗൽ റിക്വയർമെൻ്റ് ആണ്. ഇംഗ്ലണ്ടിൽ സ്കൂളിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ടീച്ചേഴ്സിൻ്റെ ലീഗൽ റിക്വയർമെൻ്റ് ആണ്. നമുക്ക് 4 വർഷം വരെ QTS ഇല്ലാതെയും നമുക്ക് സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റും. പക്ഷേ എന്നിട്ട് 4 വർഷത്തിനുള്ളിൽ നമുക്ക് QTS ഏതെങ്കിലും ഒരു റൂട്ട് വഴി നമുക്ക് ക്വാളിഫൈ ചെയ്താൽ മതി. പല റൂട്ടുകളുണ്ട്. നമുക്ക് അസസ്മെൻറ്റ് റൂട്ട് വഴി, അതായത് എക്സാം എഴുതി, ഇപ്പോൾ നമ്മൾ ഓൾറെഡി BEdോ അല്ലെങ്കിൽ ഒരു ടീച്ചിങ് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എക്സാം എഴുതിയിട്ട് നമുക്ക് QTS ക്വാളിഫൈ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്കൊരു ടീച്ചിങ് ഡിഗ്രി PGCE എടുത്തിട്ട് നമുക്ക് QTS ക്വാളിഫൈ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ എക്സ്പീരിയൻസ്ഡ് വഴി, അതായത് ഇൻ്റർനാഷണലി ട്രെയിൻഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിന് എക്സ്പീരിയൻസ് വഴി നമുക്ക് QTS എഴുതി, അതായത് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ 2023 മുതൽ കുറച്ച് കൺട്രീസിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു QTS ക്വാളിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള ടീച്ചേഴ്സിന് QTSന് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ പക്ഷേ അതിൽ കുറച്ച് ക്രൈറ്റീരിയാസ് പറയുന്നുണ്ട്. ആ ക്രൈറ്റീരിയാസൊക്കെ മീറ്റ് ചെയ്യണം. ഫസ്റ്റ് തന്നെ നമുക്കൊരു ടീച്ചിങ് ഡിഗ്രി ഉണ്ടായിരിക്കണം, അതായത് BEd, അത് മസ്റ്റാണ്. സെക്കൻഡ് പറയുന്നത് നമുക്കൊരു സയൻസ് ഡിഗ്രി ഉണ്ടായിരിക്കണം. സയൻസ് എന്ന് പറയുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ മാത്സ്. പിന്നെ അല്ലാതെ കുറച്ച് വേറെ പറയുന്നുണ്ട്. ജർമ്മൻ, ഫ്രഞ്ച്, അതൊക്കെ വേറെ പറയുന്നുണ്ട്. കുറച്ച് വേറെ ഒരു ലാംഗ്വേജിലുള്ള കുറച്ചും കൂടെ ഡിഗ്രീസ് അവർ പറയുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇന്ത്യയിൽ നിന്നുള്ള ടീച്ചേഴ്സിന് പറ്റുന്ന ഡിഗ്രീസാണ് ഇപ്പോൾ ഞാനിവിടെ എടുത്ത് പറയുന്നത്. അപ്പോൾ സിമിലർ ആയിട്ടുള്ള സബ്ജക്റ്റ് നമുക്ക് പറ്റില്ല. അപ്പോൾ കുറച്ച് പേർക്കൊരു ഡൗട്ട് ഉണ്ടാകും. ഇപ്പോൾ ചിലവർ മൈക്രോബയോളജി അല്ലെങ്കിൽ ബയോടെക്നോളജി അല്ലെങ്കിൽ ബയോ കെമിസ്ട്രി അങ്ങനെ എടുത്തത് കൊണ്ട് നമുക്ക് QTS അപ്ലൈ ചെയ്യാൻ പറ്റും. BEd ഉണ്ട്, പക്ഷേ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. അവർ എടുത്ത് പറയുന്നുണ്ട് സിമിലർ സബ്ജക്റ്റ് പറ്റില്ല. കറക്റ്റ് ഇപ്പോൾ BSc കെമിസ്ട്രി അല്ലെങ്കിൽ MSc കെമിസ്ട്രി അല്ലെങ്കിൽ BSc ഫിസിക്സ് അല്ലെങ്കിൽ MSc ഫിസിക്സ് എടുത്തവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ BTech എടുത്തവർക്ക് QTSന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. പറ്റില്ല. അപ്പോൾ നമുക്കിത് ക്വാളിഫൈ ആണോ എന്നുള്ളത് നമുക്ക് ഇതിൽ ചെക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ആൻസർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ ക്വാളിഫൈഡ് ആണോ അല്ലേ എന്നുള്ള കാര്യം. അതിൽ ഫസ്റ്റ് പറയുന്നുണ്ട്, ഇൻ വിച്ച് കൺട്രി ആർ യു റെക്കഗ്നൈസ്ഡ് ആസ് എ ടീച്ചർ. അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ നിന്നാണെങ്കിൽ ഓഫ് കോഴ്സ് ഇന്ത്യ നമുക്ക് കൊടുക്കാം. അത് കഴിഞ്ഞ് ഡു യു ഹാവ് എ ടീച്ചിങ് ക്വാളിഫിക്കേഷൻ ദാറ്റ്സ് കംപ്ലീറ്റഡ് ഇൻ ഇന്ത്യ. അപ്പോൾ നമ്മൾ BEd നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ യെസ് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഡു യു ഹാവ് എ ബാച്ചിലേഴ്സ് ഡിഗ്രി. നമുക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടോ, അതാണ് മാൻഡേറ്ററി ആണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ എത്ര വർഷം അവിടെ സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, നമുക്കത് അവിടെ കൊടുക്കാം കേട്ടോ. ഇനി നമ്മളുടെ റെഫറൻസിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. റെഫറൻസ് ശരിക്കും ഓതറൈസ്ഡ് റെഫറൻസ് മെയിലായിരിക്കണം. അതായത് നമ്മളുടെ ഹെഡ് ടീച്ചറോ അല്ലെങ്കിൽ സീനിയർ ടീച്ചേഴ്സിൻ്റെ എന്തെങ്കിലും ഓതറൈസ്ഡ് ആയിട്ടുള്ള മെയിൽ ID വേണം നമുക്ക് കൊടുക്കാൻ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് എന്തെങ്കിലും റെസ്ട്രിക്ഷനോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഓഫ് കോഴ്സ് നോ കൊടുക്കാം നമുക്ക്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നമ്മൾ ഇംഗ്ലണ്ടിൽ ഇപ്പോൾ ഓൾറെഡി ഇവിടെ ഉള്ളവരുടെ ഒക്കെ ഉള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നിങ്ങൾക്ക് കഴിഞ്ഞ 12 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇവിടെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഉണ്ടെങ്കിൽ നമുക്കത് കൊടുക്കാം. ഇല്ലെങ്കിൽ നമ്മൾ ഇന്ത്യയിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോ കൊടുക്കാം നമുക്ക് കേട്ടോ. ഇനി അപ്പോൾ അവർ പറയും നിങ്ങൾ എലിജിബിൾ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സെഷനിലേക്കായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ കൊടുക്കാം. നമ്മളവിടെ വീണ്ടും നമ്മുടെ മെയിൽ ID കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് വേറൊരു ലിങ്ക് നമ്മളുടെ മെയിൽ IDയിലേക്ക് വരുന്നു. ആ ലിങ്ക് വഴി കയറിയിട്ട് നമ്മൾ ഈ പറഞ്ഞ ഇത്രയും ക്രൈറ്റീരിയാസ് പറഞ്ഞല്ലോ, ഇതെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യാണ്. അപ്പോൾ അതിലൊരു കാര്യം കൂടെ പറയട്ടെ, ലാംഗ്വേജ് റിക്വയർമെൻറ്റ്, അതുപോലെ തന്നെ റെഫറൻസ് പറഞ്ഞു. പിന്നെ നമുക്ക് പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി ആയിട്ട് നമുക്ക് എന്ത് വേണം, നമുക്ക് പാസ്പോർട്ട് വേണം. ലാംഗ്വേജ് റിക്വയർമെൻറ്റ്, ഇപ്പോൾ നമ്മളുടെ ടീച്ചിങ് ഡിഗ്രി നമ്മൾക്ക് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷ് ആണെങ്കിൽ നമുക്ക് MOI കൊടുക്കാൻ പറ്റും കേട്ടോ. മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടും. അത് അപ്ലോഡ് ചെയ്താൽ മതി. പിന്നെ അതുപോലെ തന്നെ റെഫറൻസ് മെയിൽ കൊടുക്കുക. 2 റെഫറൻസ് മെയിൽ നമ്മൾ കൊടുക്കേണ്ടി വരും കേട്ടോ. 2 സ്കൂളിലാണ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ 2 സ്കൂളിൻ്റെ മെയിൽ കൊടുക്കുക. അല്ല, ഇപ്പോൾ ഒരൊറ്റ സ്കൂളിലാണ് നിങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളതെങ്കിൽ ഒറ്റ സ്കൂളിൻ്റെ തന്നെ 2 ഡിഫറെൻറ്റ് ആൾക്കാരുടെ, അപ്പോൾ അതൊന്നില്ലെങ്കിൽ പ്രിൻസിപ്പാൾ അല്ലെങ്കിൽ വൈസ് പ്രിൻസിപ്പാൾ അങ്ങനെ കൊടുക്കാം നമുക്ക് കേട്ടോ.
പിന്നെ എന്താ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാം. പിന്നെ നമ്മൾ പ്രൂഫ് ഓഫ് ക്വാളിഫിക്കേഷൻ അപ്പോൾ പറഞ്ഞല്ലോ BEd ആണ്, അപ്പോൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് ട്രാൻസ്ക്രിപ്റ്റ് നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും, അത് അപ്ലോഡ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മളുടെ സെമസ്റ്റർ വൈസ് ആണ് നമ്മുടെ സർട്ടിഫിക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് മാർക്ക് ലിസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് അപ്ലോഡ് ചെയ്താലും മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് QTS നമ്മൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 മാസം, അതായത് 8 to 12 months എടുക്കും ഇതിൻ്റെ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട്. ഈ പ്രോസസ്സിങ് ടൈമിന് ഇടയിൽ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് അവർ നമ്മൾ വർക്ക് ചെയ്ത സ്കൂളിലേക്ക് റെഫറൻസ് മെയിൽ അയക്കും. എന്നിട്ട് അവിടെ നിന്ന് തിരിച്ച് റെസ്പോണ്ട് ചെയ്താൽ മാത്രമേ നമുക്ക് അവർ QTS അവാർഡ് നമുക്ക് തരുള്ളൂ കേട്ടോ. അപ്പോൾ അവർ കോൺടാക്ട് ചെയ്യുന്നത്, നമ്മൾ വർക്ക് ചെയ്ത സ്കൂളിലേക്ക് കോൺടാക്ട് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഒരു മെയിൽ വരും, അങ്ങനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് പല സ്കൂളുകാരും എപ്പോഴും മെയിലൊന്നും ചെക്ക് ചെയ്യണമെന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് അവരെ കോൺടാക്ട് ചെയ്തത് ഇങ്ങനെ മെയിൽ വന്നിട്ടുണ്ട്, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് റെസ്പോണ്ട് ചെയ്യണം കേട്ടോ എന്ന് നമുക്ക് അവരൊന്ന് റിമൈൻഡ് ചെയ്യിക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് QTS അവാർഡ് കിട്ടും. നമുക്കൊരു സർട്ടിഫിക്കറ്റായിട്ട് നമ്മളുടെ മെയിലിലേക്ക് അവർ സർട്ടിഫിക്കറ്റ് അയച്ചു തരും കേട്ടോ. നമുക്ക് QTS കിട്ടി സിമ്പിളായിട്ട് നമുക്കിനി ജോലി കിട്ടുന്നു. ഒരിക്കലും അല്ല കേട്ടോ. ഇനിയാണ് ശരിക്കുള്ള കഥ തുടങ്ങുന്നത്.